രജനീകാന്തിന്റെ ജയിലർ 2-വിൽ അവസരം വാഗ്ദാനം ചെയ്ത് പണം തട്ടാൻ ശ്രമം. നടി ഷൈനി സാറയാണ് തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെട്ടത്. തമിഴ് സിനിമയിൽ അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റ് കാർഡിനായി 12,500 രൂപ ചോദിച്ചു. മറ്റു താരങ്ങൾ സഹായിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടെന്നും ഷൈനി സാറ ന്യൂസ് 18നോട് പറഞ്ഞു. രജനി സാറിന്റെ സിനിമ എന്നുള്ളതായിരുന്നു എന്റെ അട്രാക്ഷൻ. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അപ്പോൾ അവര് പറഞ്ഞു സാർ വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സൺഡേ ഉച്ചയ്ക്ക് സാറ് വിളിക്കുകയാണ്. വീഡിയോ കോൾ വന്നു. എന്നോട് സാരി ഉടുത്ത് നിൽക്കണമെന്ന് അതിന് മുമ്പ് വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ സാരിയൊക്കെ ഉടുത്ത് വന്ന് നിന്ന് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ സെൽഫ് ഇൻട്രോ പറയാൻ പറഞ്ഞു. അപ്പോൾ അയാളിങ്ങനെ നീങ്ങി നിൽക്കാൻ പറഞ്ഞു, പ്രൊഫൈലിൽ നിൽക്കാൻ പറഞ്ഞു. അതൊക്കെ നിന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ടീമുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾ കൺഫേംഡ് ആണെങ്കിൽ ഒരു ഇമെയിൽ അയക്കും എന്ന് പറഞ്ഞു. കുറച്ച് നേരത്തേക്ക് പിന്നെ അല്ല അതിനു മുമ്പ് പറഞ്ഞു ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ആർട്ടിസ്റ്റ് കാർഡിന്റെ ആവശ്യമില്ല, പക്ഷെ തമിഴ്നാട്ടിൽ അതിന് ആവശ്യമുണ്ട്. 12,650 രൂപയാവും. അപ്പോൾ ആ പൈസ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ ഞങ്ങൾ കാർഡ് എടുത്തു തരാൻ സഹായിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തരൂ, ഞാൻ മെയിൽ അയക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവര് അപ്പോൾ ആ പറഞ്ഞ സമയത്താണ് ഞാൻ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തു. പക്ഷേ ഇതെനിക്കൊരു ഡൗട്ടായി. ഈ ആർട്ടിസ്റ്റ് കാർഡിന് ഇത്രയും രൂപ കൊടുക്കണം എന്ന് പറഞ്ഞ് ഉടനെ ഞാൻ മാല പാർവതിനെ വിളിക്കുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. കിട്ടിയില്ല. ലിജോമോളെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ലിജോമോളും തമിഴ് ചെയ്താണ്. വിളിച്ചു, കിട്ടിയില്ല. രണ്ടുപേർക്ക് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു ഇങ്ങനെ കാര്യം. പെട്ടെന്ന് എനിക്ക് സേതുവിനെ ഓർമ്മ വന്നു. മൈന സിനിമയിൽ അഭിനയിച്ച സേതു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഈ അടുത്ത് തന്നെ തമിഴിൽ ഒരു പടത്തിൽ കാസ്റ്റ് ചെയ്താണ്. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ചെയ്യാൻ കഴിയാഞ്ഞത്. അപ്പോൾ സേതുവിനെ വിളിച്ചപ്പോൾ സേതുവിനെ കിട്ടി. അപ്പൊ നമ്മൾ സേതു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ ആർട്ടിസ്റ്റ് കാർഡ്? ഷൈനി അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, ആരാണ് അത് വിളിച്ചത്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്കൊന്ന് അയച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാം എന്നോട് പറഞ്ഞു സ്ക്രീൻഷോട്ട്സ് എടുക്കാൻ പറഞ്ഞു. കാരണം ഫ്രോഡ് ആണെങ്കിൽ അയാൾ ഇത് മായ്ച്ചു കളയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാനിത് മുഴുവൻ അയച്ചു കൊടുക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം സേതു തിരിച്ചു വിളിക്കുന്നു, ഇങ്ങനൊരു സംഭവം ഇല്ല, തേനപ്പൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു വലിയ സാറിന്റെ അടുത്ത് അന്വേഷിച്ചു. അപ്പൊ ഇത് ഫ്രോഡാണ്, അങ്ങനെ ഒരു കാസ്റ്റിംഗ് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഉടനെ മാലാപാർവതി കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു ഷൈനി ആർട്ടിസ്റ്റ് കാർഡ് ഇല്ല, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഫ്രോഡാന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ വിളിക്കുകയാണ്, പൈസ അയച്ചു തരണം, ഞാൻ QR കോഡ് അയച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എൻ്റെ അടുത്ത് പൈസ കുറവാണ്. നിങ്ങൾ പൈസ തരാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ നിങ്ങൾക്ക് കൺഫർമേഷൻ ലെറ്റർ മെയിൽ ചെയ്തത്. അപ്പൊ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 2 ദിവസം സമയം വേണം. അത് തരാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്യും, പകുതി പൈസ ഇപ്പൊ അയക്കും, പകുതി പിന്നെ അയച്ചാൽ മതി. ഞാൻ പറഞ്ഞു ഞാൻ ലോകേഷ് കനകരാജാണ് ഡയറക്ടർ എന്നാണല്ലോ പുള്ളി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് എനിക്കൊരു സുഹൃത്തുണ്ട്, അപ്പം ഞാൻ പുള്ളിയോടൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അയൽ കം ബാക്ക് ടു യു എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഫോൺ കട്ട് ചെയ്തു. ഞായറാഴ്ചയാണ് സുരേഷ് കുമാർ കാസ്റ്റിംഗ് എന്ന പേരിൽ തട്ടിപ്പ് സംഘം ഷൈനിയെ ബന്ധപ്പെട്ടത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഇത് ഷൈനി സാറയ്ക്ക് എങ്ങനെയാണ് ഇതൊരു തട്ടിപ്പാണെന്ന് വ്യക്തമായത്? നമുക്കറിയാം അടുത്ത കാലത്ത് ഒരുപാട് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതിൽ പലരും തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്. വിർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പലരെയും ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും അതിന് ഏറ്റവും ഒടുവിലായി ഒരു സംഗീത സംവിധായകനായ ജെറി അമൽദേവ് അത് പണവുമായി അദ്ദേഹം ബാങ്കിൽ വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായി. ബാങ്ക് മാനേജറുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പണം നഷ്ടമാകാതെ ഇരുന്നതും. എന്തായാലും ഷൈനി പറയുന്നത് പ്രകാരം അവർ സമൂഹ മാധ്യമങ്ങളും അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളും ഒക്കെ കാണുന്നതാണ്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളെ കുറിച്ചൊക്കെ തനിക്കൊരു ബോധമുണ്ട്. തന്റെ സുഹൃത്തുക്കളോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഞായറാഴ്ച വൈകുന്നേരം ഉച്ചയോടുകൂടിയാണ് ഇവർ ഇത്തരത്തിൽ ജയിലർ 2, അതായത് രജനീകാന്ത് നായകനാകുന്ന ജയിലർ 2-വിൽ ഒരു അവസരമുണ്ടെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ഷൈനിയെ പരിചയപ്പെടുന്നത്. ഷൈനി മലയാളത്തിൽ തന്നെ നിരവധി സിനിമകൾ, കാതലടക്കമുള്ള നിരവധി സിനിമകളിലൊക്കെ അഭിനയിച്ച മലയാളികൾക്ക് ഏറെ പരിചിതമുള്ള ഒരു മുഖം കൂടിയാണ്. അത്തരത്തിൽ ജയിലറിൽ അഭിനയിക്കാൻ അവസരമുണ്ടെന്ന് വാഗ്ദാനം നൽകി. അത് കേട്ട് ഷൈനി അത് വിശ്വസിച്ചു. ഒരു ഓഡിഷൻ, ഓൺലൈനായി ഒരു വീഡിയോ കോൾ വഴി ഒരു ഓഡിഷനും ഉണ്ടായിരുന്നു, അതിലും പങ്കെടുത്തു. അതിനുശേഷമാണ് ഈ തമിഴ്നാട്ടിൽ അഭിനയിക്കാൻ കാസ്റ്റിംഗ് കാർഡ് വേണമെന്ന് ആവശ്യപ്പെട്ടു. കാസ്റ്റിംഗ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, അമ്മ സംഘടനയിൽ അംഗമാണ്, ആവശ്യമെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖ തരാമെന്ന് പറഞ്ഞു. അത് പറ്റില്ല, തമിഴ്നാട്ടിൽ അഭിനയിക്കണമെങ്കിൽ കാസ്റ്റിംഗ് കാർഡ് വേണമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് ഇവർക്കൊരു സംശയം തോന്നിയത്. അങ്ങനെ തന്റെ ഒരുപാട് സുഹൃത്തുക്കൾ തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നവരുണ്ട്. അവരൊന്നും ആരും അല്ലെങ്കിൽ തമിഴ് സിനിമയിൽ അങ്ങനെ ഒരു കാർഡ് വേണമെന്ന് താൻ ഇതുവരേക്കും കേട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം ഷൈനിയുടെ മനസ്സിൽ ഉണ്ടാകുകയും അതിനുശേഷമാണ് എന്തായിട്ടാണ് ഈ സിനിമയിൽ എന്തായിട്ടാണ് തനിക്ക് അഭിനയിക്കാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രജനീകാന്തിന്റെ ഭാര്യയായിട്ട്, ഒരു IPS ഉദ്യോഗസ്ഥയായിട്ട്. അങ്ങനെയാണെങ്കിൽ
ഈ രജനീകാന്തോ അല്ലെങ്കിൽ ഇതിന്റെ സംവിധായകനോ അറിയാതെ ഒരു ഓഡിഷനിലൂടെ അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കാളിലൂടെ തന്നെ അങ്ങനെ രജനീകാന്തിനെ നായികയാക്കുമോ എന്നൊരു സംശയം ഷൈനിക്ക് ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇവർ പറഞ്ഞത്, എന്നാൽ തമിഴ്നാട്ടിൽ അഭിനയിക്കണമെങ്കിൽ ഈ കാർഡ് വേണം, ആ കാർഡിന് വേണ്ടി 12,500 രൂപ തരണം, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ കാർഡ് തരാം, QR കോഡ് അയക്കാം, അതിലേക്ക് പണം അയച്ചാൽ മതിയെന്ന്. അപ്പോൾ തന്നെ ഷൈനിക്ക് സംശയം തോന്നി. അങ്ങനെ പണം നൽകി അഭിനയിക്കുക എന്നുള്ളതാണെങ്കിൽ അത് വലിയൊരു തട്ടിപ്പാണ്. കാരണം ഇതിനു മുൻപ് പല സിനിമകളിലും ഓഡിഷന് വേണ്ടി പോവുകയും അല്ലെങ്കിൽ കാസ്റ്റിംഗ് കാൾ കണ്ട് വിളിക്കുകയും സിനിമയിലൊക്കെ അഭിനയിക്കുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണ്. ഉടനെ തന്നെ തന്റെ അടുത്ത സുഹൃത്തുക്കളായ മാലാ പാർവതിയെയും മറ്റൊരു നടിയെയും വിളിച്ച് ഇക്കാര്യം അന്വേഷിച്ചു. അവരൊക്കെ തമിഴിൽ അഭിനയിച്ചവർ കൂടിയാണ്. അവർ പറയുന്നു അങ്ങനെയൊന്നുമില്ല, അത് തട്ടിപ്പാണെന്ന്. ഉടനെ തന്നെ ഇവർ വീണ്ടും വിളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു ഈ ചിത്രത്തിന്റെ സംവിധായകൻ ലോകേഷ് കനകരാജ് തന്റെ സുഹൃത്താണ്, അദ്ദേഹം വഴി ഇത് അന്വേഷിച്ചിട്ട് പണം നവമി ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഈ തട്ടിപ്പിന്റെ പുതിയ രീതികളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലുള്ള തട്ടിപ്പ് സിനിമാ മേഖലകളിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? ഈ ഷൈനി സാറ പലരെയും ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ, ആരെങ്കിലും ഇത്തരമൊരു തട്ടിപ്പിനെ കുറിച്ച് ഉണ്ടായിട്ടുള്ളതായി പറഞ്ഞിട്ടുണ്ടോ? ഷൈനി സാറ് തന്നെ പറയുന്നു തന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇത്തരത്തിൽ കാസ്റ്റിംഗ് കാള് കാണുകയും പിന്നീട് അതിന്റെ ഓഡിഷന് പോകുന്നത്, പിന്നീട് പണം ആവശ്യപ്പെടുന്നു. പല കുട്ടികളും ഈ സിനിമാ മോഹവുമായി അല്ലെങ്കിൽ അഭിനയിക്കണമെന്നൊരു ആഗ്രഹവുമായിട്ട് പോകുന്നവർ പലരും കയ്യിൽ നിന്നും കാശ് കൊടുക്കാറുണ്ട്. പിന്നീട് അത് തട്ടിപ്പ് ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളോട് ഇത്തരത്തിൽ തട്ടിപ്പുണ്ട്, പണം നൽകി ഒരിക്കലും ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകരുത്, അതൊരു തട്ടിപ്പാണെന്ന് താൻ പലപ്പോഴും ഉപദേശിക്കാറുണ്ടെന്ന് കൂടി ഷൈനി പറയുന്നുണ്ട്. ഈ വിവരം തന്റെ സഹപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം വലിയ ഗൗരവമുള്ള വിഷയമായിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. മാലാ പാർവതിയാണ് പറഞ്ഞത് തനിക്കുണ്ടായ അല്ലെങ്കിൽ ഈ ഷൈനിക്കുണ്ടായ ദുരനുഭവം അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇട്ട് എല്ലാവരെയും ഇക്കാര്യം അറിയിക്കണം, ഒരു ബോധവൽക്കരണം ആവശ്യമാണെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ മാലാ പാർവതിക്ക് അയച്ചു കൊടുക്കുകയും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പരാതിയുമായി പോകുന്നില്ല എന്ന് കൂടി ഷൈനി പറയുന്നുണ്ട്. കാരണം തന്റെ കയ്യിൽ നിന്നും പണം നഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല. പക്ഷേ ഇനി സിനിമയുടെ അല്ലെങ്കിൽ ഇത്തരത്തിന് ഓഡിഷനിൽ പോകുന്ന കുട്ടികൾ അവര് ഒരു മുൻകരുതൽ സ്വീകരിക്കണം. പണം നൽകി സിനിമയിൽ അഭിനയിക്കാം എന്ന് വാഗ്ദാനം നൽകിയാൽ അതൊരു തട്ടിപ്പാണെന്ന് തിരിച്ചറിയണമെന്ന് കൂടി ഷൈനി പറയുന്നുണ്ട്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.